ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കുറച്ചധികം ദിവസമായി ഞാനിങ്ങനെ വീഡിയോസ് ചെയ്തിട്ട്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, നമ്മൾ ഡെയിലി ഗൈഡൻസ് ആണ് എടുക്കുന്നത്. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ്, ഓക്കെ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എനിക്കറിയേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം എന്ത് ഗൈഡൻസ് ആണ് വേണ്ടുന്നത്. ഇന്ന് നിങ്ങൾ എപ്പോൾ കണ്ടെന്നാലും ഓക്കെ, നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവും. അതേ ഇൻറ്റൻഷനിൽ കാണുക, ഓക്കെ? കണക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജിയായിട്ട് ഈ റീഡിങ്ങായിട്ട് കണക്റ്റ് ആക്കുക. പ്രാർത്ഥിക്കുക. ലൈക്ക് നമ്മൾ പ്രാർത്ഥിക്കണം, സ്പിരിറ്റ് നമുക്ക് വേണ്ടുന്ന ഗൈഡൻസിനകത്തുനിന്ന് കിട്ടണേ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സിനാരിയോ വെച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ആ ഒരു സിനാരിയോയ്ക്ക് ഒരു സൊല്യൂഷൻ കിട്ടണേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി തന്നെ ഇത് കാണുക, ഓക്കെ? താങ്ക് യു വെരി മച്ച്. ഫസ്റ്റ് കാർഡ് നമുക്കിവിടെ വന്ന് വീണിരിക്കുന്നത് വേറൊന്നുമല്ല, എംപ്രസിൻ്റെ കാർഡാണ്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രഗ്നൻസി മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വിഷമിക്കേണ്ട, അധികം താമസിയാതെ നമുക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ എനർജി ഉണ്ടാവും. പിന്നെ ഓൾറെഡി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഓക്കെ? പ്രാർത്ഥിക്കുക ഇൻ ദ സെൻസ് വേറൊന്നുമല്ല, നിങ്ങളുടെ എനർജിയിൽ തന്നെ മാക്സിമം ഇരിക്കാൻ ശ്രമിക്കുക. കാരണം എംപ്രസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വളരെ കാമായിരിക്കും, ക്വയറ്റായിരിക്കും. അത് മാത്രമല്ല പുള്ളിക്കാരത്തിക്ക് അറിയാം, കാരണം പുള്ളിക്കാരത്തി ആഗ്രഹിക്കുന്ന കാര്യമല്ല പുള്ളിക്കാരത്തിയുടെ ലൈഫിൽ സംഭവിക്കും. ആ ഒരു എന്താ പറയുക, ഗ്രൗണ്ടഡ് എനർജിയാണ് ഈ എംപ്രസിനുള്ളത്. അപ്പം ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പറയില്ലേ, പ്രഗ്നൻസിയിൽ നമ്മൾ ഭയങ്കര മൈൻഡ് സെറ്റ് എപ്പോഴും ഭയങ്കര കൂളാക്കി വെക്കണം, അല്ലേ? നമ്മുടെ കുഞ്ഞിൻ്റെ ഗ്രോത്തിനും കാര്യത്തിനും എല്ലാത്തിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇതിനകത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിൽ ചില ആൾക്കാർ ഉറപ്പായിട്ടും എന്താ പറയുക, തുലാരാശിക്കാരായിരിക്കും. ലിബ്ര എനർജിയാണ് ഇതിനകത്ത് കൂടുതലും വരുന്നത്, എംപ്രസിൻ്റെ കാർഡ്. ചിലരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 3 അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമല്ല, ലൈഫ് പാത്ത് 3 ആൾക്കാരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എനിക്കിനകത്ത് കണക്റ്റ് ആവുന്നുണ്ട്. നമുക്ക് ഏതായാലും നോക്കാം. അതുകൊണ്ട് അങ്ങനെ പ്രഗ്നൻസിയിൽ ഇരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രഗ്നൻസി പീരീഡാണ്, പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുമാവാൻ തന്നെ ഉണ്ടാവട്ടെ, ഓക്കെ? പിന്നെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഗുഡ് ന്യൂസ് എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗുഡ് ന്യൂസിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്, ഓക്കെ? 10 ഓഫ് വാണ്ട്സ്, ഓക്കെ? നിങ്ങൾ ചില ആൾക്കാർ കുറച്ച് നാളായിട്ട് പ്രഗ്നൻസി മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ നടക്കുന്നുണ്ടായിരിക്കില്ല. തളർന്ന് എന്താ പറയുക, ഒന്നും ചെയ്യാനില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ 100% നമ്മൾ പറയില്ലേ, നമ്മൾ സറണ്ടറിൻ്റെ എനർജിയിലേക്ക് പോവുക. നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, നമുക്ക് ദൈവത്തിൻ്റെ വിട്ടുകൊടുക്കുക എന്നുള്ളൊരു ചോയ്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാം, ഓക്കെ? ചില ആൾക്കാരുടെ ലൈഫിൽ ഒരു സൈക്കിൾ കംപ്ലീഷനാണ്, ഓക്കെ? നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്കുള്ള ഗൈഡൻസ് വേറൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്താലേ ശരിയാവൂ എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ പിടിച്ചു വെച്ചിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ടയേർഡായി പോകും, ലിറ്ററലി, ഓക്കെ? അപ്പം അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പക്ഷേ എല്ലാം ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഗൈഡൻസ് വേറൊന്നുമല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് ജോലി ഷെയർ ചെയ്ത് കൊടുക്കുക. പല പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ മറ്റുള്ള ഗൈഡൻസ് ഹെൽപ്പ് എടുക്കേണ്ടതാണെങ്കിൽ ഹെൽപ്പ് എടുക്കുക, മടി വിചാരിക്കേണ്ട എന്ത് തന്നെയായിരുന്നാലും, ഓക്കെ? 2 ഓഫ് കപ്സ്, ചില ആൾക്കാർ ഇവിടെ ഉറപ്പായിട്ടും റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കും, വെയിറ്റിംഗ് ആയിരിക്കും, ഓക്കെ? നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും. അത് വെയിറ്റിംഗ് ആണ്, തിരിച്ചു വരുമോ ഇല്ലയോ, കാത്തിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലായിരിക്കും. ഇതിനകത്ത് ചില ആൾക്കാർക്ക് പുതിയ റിലേഷൻഷിപ്പ് തന്നെയാണ്, ചില ആൾക്കാർക്ക് പാസ്റ്റിൽ, അതായത് ഈ ഒരു ടഫ് പീരീഡ് നിങ്ങൾ ചിലപ്പം ബ്രേക്കപ്പിൻ്റെ സിറ്റുവേഷനിലായിരുന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എൻഡ് ആവുന്നു, പകരം ഈ പറഞ്ഞ പോലെ ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് ഈ പറഞ്ഞ 2 ഓഫ് കപ്സ്. ചില ആൾക്കാർ ഇതുവരെയും പറഞ്ഞിട്ടുണ്ടാവില്ല, ഇഷ്ടം പറഞ്ഞിട്ടുണ്ടാവില്ല, ഇഷ്ടം പറയുന്ന ഒരു ടൈം ഫ്രെയിമാണ് എനിക്കിനകത്ത് കൂടുതലും കിട്ടുന്നത്, ഓക്കെ? കാരണം ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണ്, താല്പര്യമാണെന്നുള്ളത് എക്സ്ചേഞ്ച്, ഇമോഷണൽ എക്സ്ചേഞ്ച് ആണ്, ഓക്കെ? അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇമോഷണൽ എക്സ്ചേഞ്ച് വെയിറ്റിംഗ് ആണ്, പറയാൻ മടിച്ചിരിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇഷ്ടം പറയുക എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. ഓൾറൈറ്റ്, സൺ കാർഡ്, ഗുഡ് ന്യൂസ്. പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞതിൻ്റെ ഒരു ഡബിൾ കൺഫർമേഷൻ ആണ്. നിങ്ങൾ ആരെങ്കിലും പ്രഗ്നൻസിക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക,
ഓക്കെ, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, നിങ്ങൾ ആ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ടെൻഷനാണ്. കാരണം അതിനകത്ത് ഭയങ്കരമായിട്ട് പ്രഗ്നൻസിയുടെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയില്ലേ, നമ്മൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ള ഓപ്ഷൻ ഈ പ്രഗ്നൻസിയിലെ കാര്യത്തിലും ഉണ്ട്. അപ്പം നമ്മൾ സറണ്ടർ ചെയ്യുക, ദൈവത്തിന് കൊടുക്കുക. കാരണം ദൈവമായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രഗ്നൻസി തന്നത്. എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ ദൈവം തന്നെ സോൾവ് ചെയ്ത് തരട്ടെ, അല്ലേ? നമുക്ക് വിട്ടുകൊടുക്കുക. പിന്നെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ വിട്ടുകൊടുക്കാറില്ല. എല്ലാം നമ്മൾ സോൾവ് ചെയ്താലേ ശരിയാവുള്ളൂ. നമ്മളുടെ കയ്യിലാണ് എല്ലാം ഉള്ളത്. ദൈവത്തിൻ്റെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവണം, കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പറയില്ലേ, നമ്മുടെ ലൈഫിൽ നമ്മൾ മിറക്കിൾസ് ആഗ്രഹിച്ചാൽ നമ്മുടെ ലൈഫിൽ ഉറപ്പായിട്ടും മിറക്കിൾസ് വരും. 100% മിറക്കിൾസ് വരും. എവിടെ വേണമെങ്കിലും എഴുതി വെച്ചോ. കാരണം വെച്ചാൽ ആഗ്രഹിക്കുന്ന സാധനം നമ്മുടെ ലൈഫിൽ വരും. നമ്മൾ പ്രോബ്ലംസ്, ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഒരു ക്ലയൻറ്റിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. കാരണം നമ്മളെപ്പോഴും അത് ചെയ്താൽ പ്രോബ്ലമാണ്, ഇത് ചെയ്താൽ പ്രോബ്ലമാണ്, അങ്ങനെ ചെയ്താൽ പ്രോബ്ലമാണ്. എപ്പോഴും പ്രോബ്ലംസ് ആണ് ലൈഫിൽ, പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും പ്രോബ്ലംസിനെ മാത്രം കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാതെ അതിന് സൊല്യൂഷൻസ് ഉണ്ട്, അല്ലേ? നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജോബ് സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ പല പല ഇൻ്റർവ്യൂസ് അപ്ലൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. അപ്പം നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്, നമുക്ക് അറിയാവുന്ന ആൾക്കാരിലൂടെ നമ്മൾ ഹെൽപ്പ് എടുക്കുക. നമുക്ക് ചില ആൾക്കാർക്കുണ്ട് ഹെൽപ്പ് എടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ പലയിടത്തും പറയുക, എനിക്കിങ്ങനെ ഞാൻ ജോബ് നോക്കുന്നുണ്ട്, ഒന്ന് നിങ്ങൾ എന്തെങ്കിലും റെഫർ ചെയ്യാൻ പറ്റുന്നതോ അങ്ങനെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് എടുക്കുക ആ സമയത്ത്, മനസ്സിലായ? അപ്പോൾ അവിടെ നമ്മൾ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യുന്നു, ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ അടുത്തൊരു വഴി നോക്കുക, അല്ലേ? അപ്പം നമ്മൾ പറയില്ലേ, നമ്മൾ അത്രയും നമ്മൾ ട്രൈ ചെയ്യുമ്പം ദൈവം നമുക്ക് വേണ്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് കിട്ടും. അതിന് നമ്മൾ തന്നെ വിചാരിക്കും, ഈശോ ഞാനൊന്ന് ഒരു വാക്കുകൊണ്ട് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് അതിന് വേണ്ടുന്നൊരു സൊല്യൂഷൻ കിട്ടിയില്ലേ. അപ്പോൾ പല സമയത്തും നമ്മൾ ചെയ്യാത്തൊരു കാര്യം മറ്റുള്ളവർക്ക് ഹെൽപ്പ് എടുക്കുകയാണ്. കാരണം അവരെന്ത് വിചാരിക്കും, ഇപ്പം നമുക്ക് നമ്മുടെ ആവശ്യം ഇതായിപ്പോയി, ഇനി അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യത്തിൻ്റെ സൊല്യൂഷനാണ് വേണ്ടത്. അപ്പോൾ അത് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് എക്സസൈസ്, നിങ്ങൾ ഓവർലോഡഡ് ആണ് നിങ്ങളുടെ ജോബ് സ്പേസിൽ, ചെയ്യുക. മറ്റുള്ളവരുടെ ഹെൽപ്പ് എടുക്കുക. എനിക്ക് ഇത്രയും കൂടി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ചിലർ നമ്മൾ പറയും, ചില ആൾക്കാർ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സീനിയർ പ്ലേസിൽ വന്നിരിക്കുന്നവർ. അപ്പോൾ അവരോട് ചോദിക്കുക, നിങ്ങളത് എങ്ങനെ മാനേജ് ചെയ്തു, നിങ്ങളെ കൊണ്ട് അതെങ്ങനെ പറ്റി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റുമോ? അപ്പോൾ അവിടെ ഒരു ഹെൽപ്പാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇല്ല, നീ തന്നെത്താൻ കണ്ടുപിടിച്ചോ എന്നുള്ളത്, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഇൻറ്റൻഷൻ അതാണ്, എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടണം എന്നുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ആ സൊല്യൂഷൻ്റെ എനർജി നമ്മുടെ ലൈഫിലേക്ക് വരും. അപ്പം അത് മനസ്സിൽ വിചാരിക്കുക, അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ചില ആൾക്കാർക്ക് കുഞ്ഞ് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നുള്ളൊരു ഇതുണ്ട്. ഇതിനകത്ത് സൺ കാർഡ് വരുമ്പോൾ എപ്പോഴും എനിക്കൊരു ആൺകുട്ടിയുടെ എനർജിയാണ്. ചില ആൾക്കാർ ഗുഡ് ന്യൂസ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഗുഡ് ന്യൂസ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ 100% ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ന്യൂ ബിഗിനിങ് ആണ്. ന്യൂ ബിഗിനിങ്ങിന് 100% ക്ലാരിറ്റി ഇവിടെ വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ 10 of Wands, അതായത് കംപ്ലീഷൻ ആൻഡ് ന്യൂ ബിഗിനിങ് 1 നമ്പറാണ് വരുന്നത്. അതുപോലെ സൺ കാർഡ് 19 നമ്പറാണ്, വിച്ച് കംസ് ടു 1. അതും ഈ പറഞ്ഞ പോലെ ന്യൂ ബിഗിനിങ് ആണ്. ഈ വർഷത്തിൻ്റെ നമ്പറും ന്യൂ ബിഗിനിങ് ആണ്. അപ്പം നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ പോലെ പുതിയ തുടക്കമാണ്. ആ പുതിയ തുടക്കം ചില ആൾക്കാരുടെ ലൈഫിൽ 100% വരുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് കിങ് ഓഫ് കപ്സ്. ഹെൽപ്പ് ഞാൻ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു സീനിയർ ആയിരിക്കും, ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും. ചിലപ്പം ഇത് തന്നെ ഞാൻ പറഞ്ഞ ജോബ് സിറ്റുവേഷൻ തന്നെ ആവണമെന്നില്ല, നമ്മുടെ ലൈഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. നമുക്ക് ലൈഫിൽ ഈ പറഞ്ഞ പോലെ മാരേജ് ലൈഫിൽ നമുക്കറിയില്ല എൻ്റെ സൊല്യൂഷൻ എവിടെയാണ്, എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആരുടെയെങ്കിലും അപ്രോച്ച് ചെയ്യുക, ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത്, മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ അടുത്ത് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ ഉടനടി നമുക്ക് വേണ്ടുന്ന ഹെൽപ്പ് കിട്ടുകയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരു ക്ലാരിറ്റി കിട്ടുകയാണ്. അപ്പം നമ്മൾ അതിന് ട്രൈ ചെയ്യുക. കാരണം ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ്റെ പീരീഡാണ്. വലിയ വലിയ മാറ്റങ്ങൾ, കാരണം ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി ഇവിടെ ഉണ്ട്. ഇവിടെ സൺ റൈസ് ചെയ്യുന്നത് കാണുമ്പം അറിയാം, ഈ സണ്ണിൻ്റെ കാർഡും റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ മേ ബി നിങ്ങൾ അത്രയും ടഫായിട്ടുള്ള പീരീഡിലൂടെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും. പക്ഷേ അൾട്ടിമേറ്റ്ലി നമുക്ക് വരാൻ പോകുന്നത് ന്യൂ ബിഗിനിങ് ആണ്. ആ ചില ന്യൂ ബിഗിനിങ്ങിന് മുന്നേ കുറച്ചധികം പരീക്ഷണം നമുക്ക് ഉണ്ടാവും. ആ പരീക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ്, എനിക്കറിയില്ല നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കേൾക്കാമോന്ന്, എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു കുഞ്ഞു മാടത്തമ്പലൻ്റെ അമ്പലമുണ്ട്. അവിടെ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ്, ചില ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോഴൊക്കെ അവിടെ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. അതൊരു കൺഫർമേഷനായിട്ട് എടുക്കാം. ചില ആൾക്കാർ പെർഫെക്റ്റ് പാർട്ട്ണറിനെ മാനിഫെസ്റ്റ് ചെയ്യാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് കിങ് ഓഫ് കപ്സും ഉണ്ട്, ക്യൂൻ ഓഫ് കപ്സും ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ പെർഫെക്റ്റ് പാർട്ട്ണർ വേണം, എൻ്റെ ലൈഫിൽ എന്നെ മനസ്സിലാക്കുക, എനിക്ക് വേണ്ടുന്ന ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തു തരിക,
ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ 7 ഓഫ് കപ്സ് ആണ് ചോയ്സസ്. ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ ചോയ്സ് വരുന്ന, പിന്നെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ പറയില്ലേ, ചിലപ്പോൾ ചിലപ്പോൾ 1-2 ഓഫർ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിലേത് ചൂസ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. ഹെൽപ്പ് എടുക്കുക. കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക. മാക്സിമം ഹെൽപ്പ് എടുക്കുക. പിന്നെ ഡൗട്ടാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, കാരണം മേ ബി നമ്മളൊരു ലൈഫിൽ എന്തെങ്കിലും ഒരു സാധനം ചൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ചൂസ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് പേടി. ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യണം, പറയണം, ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും, എനിക്ക് വയ്യ. അങ്ങനെയുള്ള സിനാരിയോസ് ആണെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണ്ട, ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കുക. കുറച്ച് എക്സ്പേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കുക. അവരോട് സംസാരിക്കുക, സൊല്യൂഷൻസ് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ഗൈഡൻസ് കിട്ടി. വേറെ എന്തെങ്കിലും മെസ്സേജും കൂടെ വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഈ പറഞ്ഞ പോലെ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ, പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓക്കെ, എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ.